عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 272. നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് നാം നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പിരിയുമ്പോൾ, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു, നിസ്കാരത്തിൽ നിന്ന് ഖുറൂജാകുന്നു എന്ന് പ്രത്യേകം നിയ്യത്ത് ചെയ്യേണ്ടതുണ്ടോ? വൽ അസ്വഹു അന്നഹു ലാ തജിബു നിയ്യത്തുൽ ഖുറൂജി മിനസ് സ്വലാഹ്. നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന നിയ്യത്ത് നിർബന്ധമില്ല എന്നുള്ളതാണ് പ്രബലം. കാരണം അന്ന നിയ്യത്ത തലീഖു ബിൽ ഫിഅലി ദൂന തർക്കി. നിയ്യത്ത് സൂട്ടാകുന്നത് അത് പ്രവൃത്തിയോടാണ്, അതല്ലാതെ പ്രവൃത്തിയെ ഒഴിവാക്കുന്നതിനോടല്ല. നിസ്കരിക്കുന്നു എന്ന പ്രവൃത്തി അത് നിയ്യത്ത് ലായിഖായ വിഷയമായതുകൊണ്ട് അവിടെ നിയ്യത്ത് നിർബന്ധമായി. എന്നാൽ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുന്നു എന്ന തർക്ക് അത് നിയ്യത്ത് യോജിക്കുന്ന വിഷയമല്ലാത്തതുകൊണ്ട് അവിടെ നിയ്യത്ത് നിർബന്ധമായില്ല. അപ്പോൾ ചുരുക്കത്തിൽ നിസ്കാരത്തിൽ നിന്ന് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് ഖാരിജാകുമ്പോൾ അവിടെ പ്രത്യേകം നിയ്യത്ത് നിർബന്ധമില്ല എന്നുള്ളതാണ് മസ്അല. അതേസമയം ഫത്ഹുൽ മുഈനിലും മറ്റ് എല്ലാ കിതാബുകളിലും കാണാം, യുസന്നു നിയ്യത്തുൽ ഖുറൂജി മിനസ് സ്വലാത്തി ബിത്തസ്ലീമത്തിൽ ഊലാ ഖുറൂജൻ മിനൽ ഖിലാഫി ഫീ വുജൂബിഹാ. അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നു എന്ന നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ് എന്നു പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ. അവരുടെ ആ ഒരു അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് നിയ്യത്ത് വെക്കൽ സുന്നത്താണ് എന്ന് എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫത്ഹുൽ മുഈനിലും തുഹ്ഫയിലും നിഹായയിലുമൊക്കെ ആ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സലാം വീട്ടുന്ന സമയത്ത്, അഥവാ ഒന്നാമത്തെ സലാം തുടങ്ങുന്ന സമയത്ത് നിയ്യത്ത് വച്ചിരിക്കുക. എന്താണ് നിയ്യത്ത്? ഞാൻ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്ന നിയ്യത്ത്. അങ്ങനെ നിയ്യത്ത് വെക്കൽ സുന്നത്താണ്. എപ്പോഴാണ് നിയ്യത്ത് വേണ്ടത്? ഇന്ദ ബിത്തിദാഇൽ ഊല, ഒന്നാമത്തെ സലാം തുടങ്ങുന്ന സന്ദർഭത്തിൽ. അവിടെ സലാം തുടങ്ങുന്നതിന് മുമ്പ്, അസ്സലാമു അലൈക്കും എന്നുള്ള ആ തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് കരുതിയെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നിസ്കാരത്തിൽ ഉദ്ദേശിച്ചാൽ നിസ്കാരം ബാത്തിലാകുമല്ലോ. അതേസമയം അസ്സലാമു അലൈക്കും എന്നുള്ള സലാമിൽ പ്രവേശിച്ച ശേഷം പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവിടെയാണ് നിയ്യത്ത് വേണ്ടത്. നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന നിയ്യത്ത്, അതാണ് സുന്നത്തായ നിയ്യത്ത്. ഇനി ഒന്നാമത്തെ സലാമിൽ നിയ്യത്ത് വച്ചില്ല, ഒന്നാമത്തെ സലാമിൻ്റെയോ രണ്ടാമത്തെ സലാമിൻ്റെയോ ഇടയിലാണ് നിയ്യത്ത് വെച്ചത്, അതല്ലെങ്കിൽ രണ്ടാം സലാമിൻ്റെ സമയത്താണ് നിയ്യത്ത് വെച്ചത്, ആ നിയ്യത്ത് കൊണ്ടൊന്നും നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന നിയ്യത്ത് വെക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞ ആ സുന്നത്ത് ലഭിക്കുകയില്ല. സുന്നത്ത് ലഭിക്കണമെങ്കിൽ എപ്പോൾ നിയ്യത്ത് വരണം? ഒന്നാമത്തെ സലാം തുടങ്ങുന്ന സന്ദർഭത്തിൽ. നിഹായയിൽ കാണാം, ഫഇൻ നവാ ഖബ്ലൽ ഊല ബത്തലത് സ്വലാത്തുഹു ഔ മഅ സാനിയത്തി ഔ അസ്നാഅൽ ഊല ഫാത്തതുഹു സുന്ന. അപ്പോൾ ഒന്നാമത്തെ തുടങ്ങുന്ന സന്ദർഭത്തിലായിരിക്കണം നിയ്യത്ത്, അപ്പോഴേ സുന്നത്ത് ലഭിക്കുകയുള്ളൂ. അതിന് മുമ്പായി പോയാൽ നിസ്കാരം ബാത്തിലാകും, അതിന് ശേഷമായി പോയാൽ സുന്നത്ത് കിട്ടാതെ പോവുകയും ചെയ്യും. ചുരുക്കത്തിൽ
ഏത് നിസ്കാരത്തിൽ നിന്നും നാം സലാം വീട്ടി പിരിയുമ്പോൾ ഒന്നാമത്തെ സലാം തുടങ്ങുന്ന സന്ദർഭത്തിൽ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്ന ഒരു നിയ്യത്ത് കൊണ്ടുവരൽ സുന്നത്തുണ്ട്. അത് നാം പാലിക്കേണ്ട ഒന്നാണ്. അത് നമ്മുടെ നിസ്കാരത്തിൽ നാം കൊണ്ടുവരേണ്ട ഒരു മത്ലൂബായ കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.